ന്യായമായ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിൽ വെക്കുന്നത്. അത് നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റും. മാജിക്കിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് വിശ്വസിക്കുന്നില്ല. ബജറ്റിൽ മാജിക് കാട്ടി ജനങ്ങളെ അമ്പരിപ്പിക്കണമെന്ന ആഗ്രഹം ധനമന്ത്രിക്കുണ്ട്. പക്ഷെ പണമില്ലാത്തതാണ് പ്രശ്നം. രാവിലെ 9 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 2 സാഹചര്യങ്ങൾ പരിഗണിക്കും. വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഒപ്പം മോഹന വാഗ്ദാനങ്ങൾ നൽകാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയും. പരിമിതിയുണ്ടെങ്കിലും വളർച്ച നേടാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ വേണ്ടിവരും. നിലവിലെ പദ്ധതികൾക്ക് പണം വകയിരുത്തണം. പുതിയ പദ്ധതികളും പ്രഖ്യാപിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷത്തെ പോലെ ഇന്ധനവിലയും മദ്യവിലയും കൂട്ടാനാകില്ല. ഭൂമിയുടെ ന്യായവില വർധന പോലുള്ള നിർദ്ദേശങ്ങൾ വച്ച് ജനത്തിനുമേൽ അമിതഭാരം കയറ്റാനാകില്ല. പക്ഷേ സാമ്പത്തികം അടിസ്ഥാനമാക്കി സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് ആലോചനയിലുണ്ടായിരുന്നു. സമ്പന്നർക്ക് ആശുപത്രി സേവനങ്ങൾക്കുള്ള സൗജന്യം കുറച്ച് വരുമാനം കണ്ടെത്താനുള്ള നിർദ്ദേശവും പരിഗണിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഹോസ്പിറ്റലിൽ കോവിഡ് സമയത്ത് കിടന്നിരുന്ന ആളുകൾ, അവർക്ക് കുറച്ച് ഫ്രീ ആണ് മൊത്തം. കുറച്ച് ഫീസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനത്തെ സമ്പ്രദായമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇതിനെ സഹായിക്കാനായിട്ട് പൊതുവിൽ പറ്റുന്ന ആളുകൾ സഹായിക്കാൻ പറ്റേണ്ടതാണ്. പൊതുജനം പ്രതീക്ഷയോടെ നോക്കുന്നത് ഇന്ധനത്തിൽ ഏർപ്പെടുത്തിയ ലിറ്ററിന് 2 രൂപ സെസ് പിൻവലിക്കുമോ എന്നതാണ്. കാരണം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ 750 കോടി രൂപ സമാഹരിക്കാനുള്ള സെസ് ഏർപ്പെടുത്തിയിട്ടും പെൻഷൻ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. LDFന്റെ പ്രകടന പത്രിക പ്രകാരമാണെങ്കിൽ ക്ഷേമ പെൻഷൻ 2500 രൂപയിൽ എത്തിക്കണം. അതിനാൽ 1500 രൂപയുള്ള പെൻഷൻ 100 രൂപ കൂട്ടിയേക്കാം. ഒപ്പം മുടങ്ങിയ പെൻഷൻ കൊടുക്കുന്നതിനുള്ള പണം വകയിരുത്തി രോഷം തണുപ്പിക്കാനും ശ്രമം പ്രതീക്ഷിക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് 3 വർഷത്തെ DA കുടിശ്ശികയുണ്ട്. അത് കൊടുക്കാൻ പണമില്ല. അതിൽ കുറച്ചെങ്കിലും കൊടുത്ത് ജീവനക്കാരെ ആശ്വസിപ്പിക്കാൻ ശ്രമമുണ്ടാകും. ഒപ്പം പുതിയ ശമ്പള കമ്മീഷൻ പ്രഖ്യാപനത്തിനും സാധ്യതയേറെ. വലിയ വിഭാഗം ജനത്തെ നേരിട്ട് ബാധിക്കാത്ത ഫീസുകളിൽ പരിഷ്കാരം നടത്തി വരുമാനം കണ്ടെത്താനുള്ള നിർദ്ദേശവും ധനമന്ത്രിയുടെ മുന്നിലുണ്ടായിരുന്നു. ചുരുക്കത്തിൽ സാമ്പത്തിക ഞെരുക്കമെന്ന യാഥാർത്ഥ്യത്തിനൊപ്പം തെരഞ്ഞെടുപ്പെന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി നേടാനുള്ള പ്രഖ്യാപനം KN ബാലഗോപാലിന്റെ 3ാമത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.